ഹലോ എവരിവൺ. എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞങ്ങൾക്കായി അമ്മ എന്തെങ്കിലും മധുര പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. ഇലയുടെയോ കുഴക്കട്ടയോ ഓട്ടടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇപ്പോഴാട്ടെ കുഞ്ഞുങ്ങൾ എത്തിയിട്ടാകും ഞാൻ എത്തുക. പിന്നെ എപ്പോഴാണ് അവർക്കായി ഞാൻ പലഹാരം ഉണ്ടാക്കുന്നേ. പക്ഷേ കിട്ടുന്നൊരു ഞായറാഴ്ച എന്തെങ്കിലും ഒരു മധുര പലഹാരം ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇന്നുണ്ടാക്കി കൊടുത്തത് ശർക്കരയും തേങ്ങാപ്പാലും ചേർത്ത ഗോതമ്പ് പിടിയാണ്. ഞാൻ ശർക്കര ഉരുക്കിയാണ് ഉപയോഗിക്കാറ്. മണ്ണും പൊടിയും ഒക്കെ അങ്ങ് പോകുമല്ലോ. ഇന്നും മധുരത്തിന് ആവശ്യമായ ശർക്കര ഉരുക്കിയെടുത്തു. ഗോതമ്പ് മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഉരുക്കിയ ശർക്കരയും ഒഴിച്ച് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചു. ഞാനും അച്ചമ്മയും കൂടി കുഴച്ച മാവ് ചെറിയ ചെറിയ ഉരുളകളാക്കി. കുറച്ച് വെള്ളം തിളയ്ക്കാനും വെച്ചു. ഒരു മുറി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് ചെറിയ ഉരുളകളാക്കിയ ഗോതമ്പ് പിടികളിട്ട് 2-ാം പാലും ചേർത്ത് ചെറു തീയിൽ അടച്ചു വെച്ച് ഒന്ന് കുറുകി വരുന്നവരെ വേവിച്ചു. അതിലേക്ക് മാറ്റിവെച്ച ശർക്കര ഉരുക്കിയതും കൂടി ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചു. തീ ഓഫ് ചെയ്ത ശേഷം 1-ാം പാലും 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് 5 മിനിറ്റ് അടച്ചു വെച്ചു. മധുരമുള്ള ഗോതമ്പ് പിടി റെഡി. നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇന്നിപ്പോൾ എൻ്റെ പലഹാരം കഴിക്കാനായി നൈസുവിൻ്റെ കൂട്ടുകാർ കർണാടകക്കാരൻ നിനിഷയും ഹരിയാനക്കാരൻ യോഗിയുമുണ്ട്. അവർ ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം. വീരിക്കുട്ടനും യോഗിയും 2-മതും വാങ്ങി കഴിച്ചു. അച്ചമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. ചേട്ടന് മധുരം പൊതുവെ ഇഷ്ടമല്ല. എന്നാലും 1 സ്പൂൺ ഞാൻ കഴിപ്പിച്ചു. ചേട്ടനും ഇഷ്ടമായി. എങ്കിൽ ശുഭം. വീണ്ടും കാണാം അടുത്ത വിശേഷങ്ങളുമായി.